കോമിൻ്റെ ഭാഷാസാഹിതിയിലെ വയലാറിൻ്റെ എൻ്റെ ശില്പം എന്ന രണ്ടാമത്തെ കവിതയിലെ 4ാമത്തെ സ്റ്റാൻസയാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ആശയം: നിങ്ങളെന്തേ മുഖം ചുളിക്കുന്നു, നിങ്ങൾ കൽപ്പനാ വൈമാനികന്മാർ കണ്ടതില്ലല്ലി, നിങ്ങൾ ഇന്നോളം കണ്ണുവച്ചൊരാശാശ്വത മൂല്യം, മണ്ണിനെയും പരിസരത്തെയും മർത്യനെയും വകഞ്ഞു തള്ളുമ്പോൾ കാണുമാറാകും ഒന്നുമില്ലായ്മയ്ക്കാണു നിങ്ങൾ തൻ ശാശ്വത മൂല്യം. ഒന്നുമില്ലായ്മയ്ക്ക്, അതിനാണ് നിങ്ങൾ ഇന്ന് വില കൽപ്പിക്കുന്നത്. അല്ലയോ യാഥാസ്ഥിതികരായിട്ടുള്ള പരമ്പരാഗത കവികളെ, നിങ്ങൾ എൻ്റെ ഈ മർത്യശില്പത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ മുഖം ചുളിക്കുകയേ ഉള്ളൂ. ഇതിന് എന്തെങ്കിലും മേന്മ ഉണ്ട് എന്ന് നിങ്ങളെപ്പോലുള്ള യാഥാസ്ഥിതികരായ കലാകാരന്മാർക്ക് കണ്ടെത്താൻ കഴിയില്ല. മണ്ണിനെ നിങ്ങൾ വകഞ്ഞു മാറ്റുകയാണ്, മനുഷ്യനെ വകഞ്ഞു മാറ്റുകയാണ്, പരിസ്ഥിതിയെയും വകഞ്ഞു മാറ്റുകയാണ്. പിന്നെ എന്താണ് ബാക്കിയുള്ളത്? പിന്നെ കാണുന്നത് ശൂന്യത മാത്രമാണ്. മണ്ണിനെയും പരിസരത്തെയും മർത്തിനെയും വകഞ്ഞു മാറ്റുമ്പോൾ ആ ഒന്നുമില്ലായ്മയ്ക്ക്, അതിനാണല്ലോ നിങ്ങൾ വലിയ എറ്റേണൽ വാല്യൂ, ശാശ്വത മൂല്യം നൽകുന്നത്. അപ്പോൾ അത് മണ്ണും മനുഷ്യനും പ്രകൃതിയും ഒന്നുമില്ലാതായാൽ പിന്നെ എന്താണ് ഉത്തമ കലാസൃഷ്ടിക്ക്, പിന്നെ എന്താണ് ബാക്കി ശേഷിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയില്ല. അത് നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ യാഥാസ്ഥിതിക കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണ് എന്ന് കവി പറയുകയാണ് ഇത് 4ാമത്തെ സ്റ്റാൻസയിലൂടെ ചെയ്യുന്നത്.